ഇവിടെ ഇപ്പൊ എത്ര നാളായി തുടങ്ങിയിട്ട് കച്ചവടം? ഇവിടെ ഇപ്പൊ തുടങ്ങിയിട്ട് 2 മാസമായി. 2 മാസമായിട്ട്. അതിനു മുമ്പ് അരൂർ അമ്പലത്തിന്റെ അവിടെ 14 വർഷം കൊണ്ട് ചെയ്തോണ്ടിരിക്കുന്നു. 14 വർഷം കൊണ്ട് ചെയ്തോണ്ടിരിക്കുക. ഇവിടെ കൊറോണ സമയത്ത് പിന്നെ 50 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി ഓരോരുത്തരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തോണ്ടിരുന്നത്. 50 രൂപയ്ക്ക്? 50 രൂപ. ആ കൊറോണ ടൈമിലല്ലേ? കൊറോണ ടൈമിൽ അത് ഓരോരുത്തർ വിളിച്ചു പറയുമ്പോഴത്തേക്ക് കസ്റ്റമർ വിളിച്ചു പറയുമ്പോൾ അവരെ വീട്ടിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കും. വീട്ടിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കും 50 രൂപയ്ക്ക്. അങ്ങനെ മഴവിൽ മനോരമയിലൊക്കെ ചാനലിലൊക്കെ നമ്മൾ വന്ന് ഫേമസ് ആയിരുന്നു. ഫേമസ് ആയിരുന്നു അല്ലേ? ഇക്കടെ പേരെന്താ? എന്റെ പേര് മുഹമ്മദ് സാലിം. മുഹമ്മദ് സാലിം. പിന്നെ ഇക്ക ഒറ്റയ്ക്കാണോ? ഞാൻ ഒറ്റയ്ക്കാണ്. എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്, വേറൊരാളെ തൊഴിപ്പിക്കില്ല. എല്ലാം ഒറ്റയ്ക്ക്? രാവിലെ തുടങ്ങും പരിപാടി? എത്ര മണിയാകുമ്പോ തുടങ്ങും? ഒരു 4:30 ആകുമ്പോൾ എഴുന്നേക്കും. സവാള അരിയുക, അടുപ്പ് വെക്കുക, ചിക്കൻ മേടിക്കുക, ചിക്കൻ പൊരിക്കുക. എല്ലാം ഒറ്റയ്ക്കുള്ള പരിപാടിയാ? ഇവിടെ എത്ര മണിയാകുമ്പോ എത്തും? ഇവിടെ ഒരു 11:30 ആകുമ്പോഴത്തേക്കും ഇവിടെ എത്തും. 11:30. എത്ര മണിയാകുമ്പോഴത്തേക്ക് തീരും? ഒരു 2 മണിക്ക് മുമ്പൊക്കെ ഇന്നലെ 1:30 തീർന്നുണ്ട്. ഇപ്പൊ എങ്ങനെയാന്ന് അറിയില്ല. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? എങ്ങനെയുണ്ട്? വന്നിട്ട് കുഴപ്പമില്ല, കച്ചവടം പിടിച്ച് വരുന്നുണ്ട്. ആദ്യമേ ഒരു 10-30 ഇടുകയായിരുന്നു. ഇപ്പൊ 10-50 ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ വണ്ടി കട തന്നെയാണോ? എല്ലാം ഞാൻ തന്നെയാണ്. വണ്ടി ഓടിക്കലും ബിരിയാണി ഉണ്ടാക്കലും ബിരിയാണി സെർവ് ചെയ്യലും വിൽക്കലും എല്ലാം വൺ മാൻ ഷോ അല്ലേ? ഇക്ക മഹാ ഒരു സംഭവമാണ്. പിന്നെ ചിക്കൻ ബിരിയാണി 80, ബീഫ് ബിരിയാണി 90, ഗീ റൈസ് 50 അല്ലേ? 50. ചെറിയ കുട്ടികളൊക്കെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സ്കൂൾ ഒരുപാടുള്ളത് കാരണം കുട്ടികളെ ഉദ്ദേശിച്ചാണ്. കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും 10 രൂപ വെച്ച് കുറച്ച് കൊടുക്കും. അതായത് 90 രൂപ ബീഫിനാണെങ്കിൽ 80 രൂപ മേടിക്കുള്ളൂ. 80 രൂപ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ 70 രൂപ മേടിക്കുള്ളൂ. ഇക്കായ്ക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 3 മക്കള്, 2 ആണും 1 പെണ്ണും. 2 പേര്. അവരെല്ലാം പഠിച്ചോണ്ടിരിക്കും. പിന്നെ മോടേയും കല്യാണം കഴിഞ്ഞ് മകന്റെയും കല്യാണം കഴിഞ്ഞ് ഇളയ ഒരാളുണ്ട്. അത് ശരി. ഇതൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കിയത് ലാഭത്തിൽ ചെയ്യുന്നതല്ല. ഇതെന്റെ ഒരു മനസംതൃപ്തി. പിന്നെ എനിക്കൊരു പണികാശ് കിട്ടണം. അതെ, നമ്മൾ വെറുതെ ഇരിക്കണ്ടല്ലോ, നമുക്കൊരു വരുമാനമായിട്ട് ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. പിന്നെ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു ആത്മസംതൃപ്തി ഉണ്ട്. പിന്നെ ഇത് തുടങ്ങാനുള്ള കാര്യം വേറെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോട്ടൽ തൊഴിലാളിയായിരുന്നു. ഈ പണി ചെയ്യുമ്പോഴത്തേക്കും പിന്നെ കച്ചവടം ആ സമയത്ത് ഒരു പാവപ്പെട്ട ഒരു സുഖമില്ലാത്തൊരു മനുഷ്യൻ വന്ന് ഫുഡ് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ മുതലാളി കൊടുത്തില്ല. അങ്ങനെ ഒരു അനുഭവം ഉള്ളതിന്റെ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് ഞാൻ പണികാശ് എടുത്തിട്ട് ബാക്കി പിന്നെ പൈസ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചോന്ന് പറഞ്ഞു. പുള്ളിയുടെ ആകെ 40 രൂപ 50 രൂപ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഭക്ഷണം കഴിക്കും. 2 ദിവസം ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമം. അയാൾ കൊടുത്തില്ല. അതോടുകൂടി ഞാൻ അന്നത്തെ ദിവസം കൊണ്ട് തന്നെ ഹോട്ടൽ ഫീൽഡ് തന്നെ നിർത്തി. പിറ്റേന്ന് വന്ന് ഒരു വണ്ടി എടുത്ത് അതേപോലെ തന്നെ കച്ചവടം തുടങ്ങി. ഇന്നിപ്പോ 15ാമത്തെ കൊല്ലം. 15 കൊല്ലം കൊണ്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമൊന്നുമില്ല. എന്റെ മോളെ പിന്നെ എന്റെ മകൻ ഒന്നും 10 പൈസ മേടിക്കാതെ ഞങ്ങൾ അങ്ങോട്ടും കൊണ്ടേ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച്. പിന്നെ എന്റെ മകളെ കെട്ടി അതൊരു പാവപ്പെട്ട ഒരു ടീം സ്നേഹിച്ച് കിട്ടും. നമ്മൾ ഇഷ്ടപ്പെടുന്ന തൊഴിൽ നമുക്ക് നമ്മുടെ ആത്മസംതൃപ്തിയാണല്ലേ? അതെ. ഇപ്പൊ അടുത്തവൻ ഇഷ്ടപ്പെട്ട് വന്നു പാപ്പിയോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കൊച്ചു പഠിക്കുന്നു. പിന്നെ ഇപ്പൊ അത് BSc നഴ്സിംഗിന് പഠിക്കാം. എന്റെ വീട് വടുതല. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്? വടുതല ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ. 100 കിലോമീറ്റർ? ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റം. അവിടുന്നാണോ വരുന്നത്? അല്ല, ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. ഇവിടെ? അത് ശരി. സെന്റ് ജോസ് കൊണ്ട് ഇവിടെ എത്ര ആളുകളുണ്ട്? ഇവിടെ ഇപ്പൊ പിന്നെ 3 മാസം ആകുമ്പോൾ. 3 മാസം ആകുമ്പോൾ കച്ചവടം തുടങ്ങിയിട്ട് 2 മാസം. എങ്ങനെയുണ്ട് നമ്മുടെ കായംകുളം? എങ്ങനെയുണ്ട് കായംകുളം? ഞാൻ കല്യാണം കഴിച്ചങ്ങനെ പറ്റുള്ളൂ വരുന്നത്. അത് ശരി. ഇപ്പൊ ഞാൻ സ്ഥലം വാങ്ങിച്ച് വീട് വെക്കണ 2ാം കുട്ടി. അപ്പൊ ഇവിടെ തന്നെ നമ്മള് ജീവിതമൊക്കെ ഹാപ്പി ആണല്ലോ? കുഴപ്പമില്ല, ഹാപ്പിയാണ്. നമുക്ക് അതറിഞ്ഞാൽ മതി. അതെ. നിങ്ങൾ ഇവിടെ കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ്. നമുക്ക് പൈസ കുറവാണെങ്കിൽ നമുക്ക് കഴിക്കാനൊക്കെ അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ്. സ്നേഹമുള്ളിക്കാണ്. നമുക്ക് വേണമെങ്കിൽ വന്ന് കഴിക്കാം. ഗേൾസിന്റെ ബോയ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കട നിൽക്കുന്നുണ്ട്. ആർക്കാണെങ്കിലും വന്ന് പെട്ടെന്ന് വേണമെങ്കിൽ കഴിക്കാം. സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ചില പിള്ളേര് വിദ്യാർത്ഥികൾ വരുമ്പോഴത്തേക്കും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ മേടിക്കാൻ വരുമ്പോഴത്തേക്കും അവർ പറയും പിന്നെ എനിക്ക് ഫ്രൈ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ പീസ് വേണമെന്ന് പറയും. ഫ്രൈ ചിക്കൻ കൊടുക്കും, റൈസും കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ്. വേണ്ടിയിട്ടാണ്. ലൊക്കേഷൻ വരുന്നത് ഗവൺമെന്റ് UP സ്കൂളിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ്. ഈ ഒരു ഒമിനിയിലാണ് ഇക്കട കച്ചവടം. കായംകുളം പട്ടണത്തിലെ 80 രൂപയുടെ ചിക്കൻ ബിരിയാണി കഴിച്ചു നോക്കിയാലോ? തുറന്നപ്പോൾ തന്നെ നല്ല മണം അടിച്ചു. അതുപോലെ ഗുണമുണ്ടോ എന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ കാണുന്ന ചിക്കൻ പീസാട്ടോ. ഇതിൻ്റെ ഒരു ചിക്കൻ പീസ്, അതേപോലെ വേറൊരു പീസും കൂടെ ഉണ്ട്. കണ്ടോ? 2 പീസുണ്ട്. അടിയിൽ മസാലയുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം കേട്ടോ.
അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ പീസും റൈസും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണേ, ഒന്നും പറയാനില്ല, സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ മസാലയാണേ, ആ ഒരു മസാലയും റൈസും കൂടെ കഴിക്കാം. അടിപൊളി കേട്ടോ. ഇത് 80 രൂപയ്ക്ക് യാതൊരു നഷ്ടമില്ല കേട്ടോ. കാരണം 2 പേർക്കും കഴിക്കാനുള്ള അത്രയും റൈസ് ഉണ്ട്. 2 പീസാണെങ്കിൽ അത്യാവശ്യം വലിയ 2 പീസുകളാണ്. അതേപോലെ അതിൻ്റെ മസാലയുണ്ട്. പോരാതെ ചള്ളാസും അച്ചാറും ഇത്രയേറെ റൈസും ഉണ്ട്. 80 രൂപയ്ക്ക് യാതൊരു നഷ്ടമില്ല. നമ്മൾ പണ്ടൊരു വീഡിയോ എടുത്തിരുന്ന 80 രൂപയുടെ അതേപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു വ്യത്യാസമില്ല, നല്ല അടിപൊളി സാധനമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ.